ജെറമിയ 15:17. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആറ്റുതീരത്ത് നട്ട വൃക്ഷങ്ങൾ, അതുപോലെ തന്നെ പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, സമൃദ്ധമായ ജലം. അപ്പോൾ ജെറമിയ 15:17, കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരുടെ പ്രത്യാശ അവിടുന്ന് തന്നെ. കാരണം അത് വേനൽക്കാലത്തെ ഒരിക്കലും ഭയപ്പെടുന്നില്ല. ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവർത്തികൾ സഫലമാകുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിന് ഉത്കണ്ഠയില്ല. കാരണം അതിന്റെ ഈ വൃക്ഷങ്ങളുടെ വേരുകൾ ജലാശയത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതം എന്നും പരിശുദ്ധാത്മാവിൽ വേരൂന്നിയ ജീവിതമാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു സ്നേഹിതന്, നമ്മൾ പറയും ഹോളി സ്പിരിറ്റ് ഈസ് അഡ്വക്കേറ്റ്, കംഫർട്ടർ, ഡിവൈൻ മ്യൂസിഷ്യൻ, ഫിസിഷ്യൻ, നമ്മളെ എല്ലാം കംഫർട്ടർ എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് പരിശുദ്ധാത്മാവ് കൗൺസിലറാണ്. എപ്പോഴും നമുക്ക് ഉപദേശം തരുന്നു. നമ്മളോട് അത് ചെയ്യണം, ഇത് ചെയ്താൽ മതി. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അപ്പസ്തോലന്മാരോട് പറയുന്നത് പോലെ ഒരുപാട് പരിശുദ്ധാത്മാവ് ദിനം തോറും നിമിഷം തോറും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പുഴവക്കത്തെ വൃക്ഷം പോലെ നമ്മുടെ ജീവിതം ജീവജലത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിൽ വേരൂന്നിയ ജീവിതമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആമേൻ.